ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഞങ്ങളോട് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാമെന്ന് പറഞ്ഞു പോയിട്ട് കുറേ ആയില്ലേ. അപ്പം നീണ്ട ഒരു ഇടവേളയ്ക്ക് ഞാൻ ഞങ്ങളോട് ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു. നമ്മുടെ +1 അറബിക് എക്സാം മാർച്ച് 6-ാം തീയതി നടക്കാൻ വേണ്ടിയിട്ട് പോകുന്ന എക്സാമിന് നിങ്ങൾ കാണുന്ന ഒരു 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അത് തീർച്ചയായിട്ടും കം തെസ്തക്കി എന്ന പോയത്തിൽ നിന്നുള്ള ഇലിയ അബു മാലി എഴുതിയിട്ടുള്ള കം തെസ്തക്കി എന്ന പോയത്തിൻ്റെ ഇസ്തിഹ്സാനിയ തന്നെയായിരിക്കും. കം തെസ്തക്കി എന്ന പോയത്തിൻ്റെ ഒരു ഇസ്തിഹ്സാനിയ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയില്ല. നമുക്കതിനപ്പുറത്തേക്ക് ചിന്തിക്കാനും കഴിയില്ല. കം തെസ്തക്കി എന്തായാലും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കം തെസ്തക്കി എന്ന് പറയുന്ന പോയത്തിൻ്റെ ആസ്വാദനക്കുറിപ്പ്, ഏറ്റവും പുതിയ ഒരു ആസ്വാദനക്കുറിപ്പ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരും. അതേപോലെ തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ പഴയ ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കിയിട്ടുള്ള ഏകദേശം 4000-ഓളം ആൾ കണ്ടിട്ടുള്ള കം തെസ്തക്കി എന്ന് പറയുന്ന അതേ പോയത്തിൻ്റെ ഒരു ഇസ്തിഹ്സാനിയ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകുന്നുണ്ട്. അപ്പോൾ രണ്ടും നിങ്ങൾ നോക്കുക. രണ്ടും നോക്കിയിട്ട് അതിൽ എളുപ്പം ഏതാണെന്ന് നോക്കാം. നമ്മുടെ ആദ്യത്തെ വീഡിയോ, അതായത് പഴയ വീഡിയോയിലുള്ള ഇസ്തിഹ്സാനിയെ കുറച്ചുകൂടി എളുപ്പവും അതേപോലെ തന്നെ കുറച്ചും കൂടി ദീർഘിപ്പിച്ചിട്ടുള്ള, കുറച്ച് ഉഡായിപ്പുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് ദീർഘിപ്പിച്ചിട്ടുള്ളതുമാണ്. സോ ആ വീഡിയോ കൂടി നിങ്ങൾ കാണാം. അപ്പം ആദ്യം ഈ വീഡിയോ കാണാം. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്യണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ആ വീഡിയോ കൂടി കാണാം. 2 വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ വീഡിയോകൾ കാണും. വീഡിയോ കാണുമ്പോൾ കൂടുതൽ വീഡിയോ എനിക്ക് ഇടാൻ തോന്നും. സോ നിങ്ങൾക്ക് നല്ല കണ്ടൻറ്റ് ഇനിയും കിട്ടും. നമ്മളൊരു ക്വിക്ക് റിവിഷൻ കൂടി നടത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഏതാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പം ഡയറക്റ്റ്ലി നമുക്ക് ആസ്വാദനക്കുറിപ്പിലേക്ക് പോകാം. താങ്ക് യു. കം തെസ്തക്കി എന്ന പോയത്തിൻ്റെ ആസ്വാദനക്കുറിപ്പാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് നമുക്ക് നോക്കാം. അതിൻ്റെ മീനിങ്ങും താഴെ നൽകിയിട്ടുണ്ട്. കം തെസ്തക്കി ഹിയ ഖസീദത്തുൻ ജമീലത്തുൻ, അല്ലെങ്കിൽ മല്ലൂമത്തുൻ ജമീലത്തുൻ, നല്ലൊരു കവിതയാണ്. മിനൽ കാത്തിബൽ മഷ്ഹൂർ, അത് എഴുതിയിരിക്കുന്ന കവിയാണ് ഇലിയ അബു മാലി. ഇലിയ അബു മാലിയാണ് ഷായിറു അന്നീൽ, അല്ലെങ്കിൽ ലുക്കിബ ബി ഇസ്മി അഷായറിന്നീൽ, അങ്ങനെയും പറയാം. ലുക്കിബ ബി ഷായറിന്നീൽ, ലുക്കിബ ബി ഇസ്മി ഷായറിന്നീൽ. നമുക്ക് വരികളുടെ നീളം കൂട്ടണമെങ്കിൽ. ഓക്കെ, കം തെസ്തക്കി എന്ന ഈ ഒരു ഭംഗിയുള്ള പോയം എഴുതിയിരിക്കുന്നത് ഇലിയ അബു മാലി എന്ന പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന് ഷായറുന്നീൽ അല്ലെങ്കിൽ ഷായറുൽ മിസ്ർ എന്നൊക്കെ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ഫി ഹാദി അൽ ഖസീദത്ത്, ഈ ഒരു കവിതയിൽ യുബദിഉ അഷായറു, കവി ആരംഭിക്കുന്നത് എങ്ങനെയാണ്? സുആലിൻ, കുറേ ക്വസ്റ്റ്യൻസാണ്. ലിൽ ഇൻസാനി, ജനങ്ങളോട്. അല്ലതി, എങ്ങനെയുള്ള ജനങ്ങൾ? യസ്തക്കി, അവരാവലാതിപ്പെടുന്നു, വ്യവലാതിപ്പെടുന്നു. മിനൽ ഫഖ്രി വൽ ഹിർമാൻ, അവരെ ഫഖർ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം കൊണ്ട്, അതേപോലെ തന്നെ അവരുടെ അപ്പാവികളാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ദരിദ്രരാണ്, അപ്പാവികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ വേവലാതിപ്പെടുന്നു. ആ ജനങ്ങളെയാണ് അദ്ദേഹം ഇവിടെ സല്യൂട്ട് ചെയ്യുന്നത്, അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നത്. ഓക്കെ, തുസക്കിറൂന അഷായിർ ബി ഖൗലി, ഈ ഷായിർ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ലിമാ തഷ്കി, എന്തിനാണ് നിങ്ങൾ ചിന്തിപ്പിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ എന്തിനാണ് വേവലാതിപ്പെടുന്നത്? ബി അന്ന ത്വബീഅത ഹൗലക്കും, ഞങ്ങൾക്ക് ചുറ്റുമുള്ള പ്രകൃതി ഉണ്ടല്ലോ, ഒന്നുമില്ലെങ്കിലും ഞങ്ങൾക്ക് മുമ്പിലുള്ള പ്രകൃതി ഉണ്ടല്ലോ, ഹിയ സർവ്വത്തുല്ലക്കും, അത് നിങ്ങളുടെ സൗഭാഗ്യമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പാദ്യമാണ്. ഓക്കെ, യുബയ്യിനുലന, ഓക്കെ, ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. യുബയ്യിനുലന, നമുക്ക് വിവരിച്ച് നൽകുന്നു. അഷാഇർ ഫി ഖസീദത്തി കം തെസ്തക്കി, കം തെസ്തക്കി എന്ന പോയത്തിലൂടെ ഷാഇർ, എഴുത്തുകാരൻ നമുക്ക് വിവരിച്ച് നൽകുന്നു. ഖിയമത്ത് ത്വബീഅൽ ഖല്ലാബത്തി ഹൗലന, നമുക്ക് ചുറ്റുമുള്ള ഭംഗിയുള്ള പ്രകൃതിയുടെ വിലയെക്കുറിച്ച് അദ്ദേഹം ഇവിടെ വിവരിക്കുന്നുണ്ട്. ഖിയം അത്വബീഅത്തി അൽ ഖല്ലാബത്തി ഹൗലന, ഓക്കെ, നമുക്ക് ചുറ്റുമുള്ള ഭംഗിയുള്ള പ്രകൃതിയുടെ വിലയെക്കുറിച്ച് അദ്ദേഹം അതിൽ വിവരിക്കുന്നു. വയഖൂൽ, അദ്ദേഹം പറയുന്നു, അൽമാഉ ഹൗലക്കും, ഞങ്ങൾക്ക് ചുറ്റുമുള്ള വെള്ളം എന്ന് പറയുന്നത് കൽഫില്ലത്ത് റഖറാക്ക, വെട്ടിത്തിളങ്ങുന്ന വെള്ളി പോലെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു പോയത്തിൽ ഞങ്ങൾക്ക് ഓർമ്മയുള്ള ലൈനുകൾ എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഒരു ആസ്വാദനക്കുറിപ്പ് വരുമ്പോൾ അതിലുള്ള ലൈനുകൾ എടുത്ത് ചെയ്താൽ, എന്നിട്ട് ഈ ലൈനിലുണ്ട് ഫി ഹാദി ഇസുത്തൂറിൽ ആത്തിയത്തി, അല്ലെങ്കിൽ ഈ ഒരു ലൈനുകളിലുണ്ട്, എന്നിട്ട് അത് യുബയ്യിനു അഷായിറു വിവരിക്കുന്നു, ഷായിർ വിവരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ അങ്ങനെ എഴുതി വെക്കാം. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ 4-5 വരികൾ അങ്ങനെ ഫില്ലായി കിട്ടും. അപ്പോൾ 8 മാർക്കിൻ്റെ ക്വസ്റ്റിന് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടാനും അത് ഇടയാക്കും. വശംസു ഫൗക്കക്കും, വശംസു ഫൗക്കക്കും, ഞങ്ങൾക്ക് മുകളിലുള്ള സൂര്യൻ, കൽ അസ്ജദീൻ മുതബഹിജ്, അല്ലെങ്കിൽ മുത്തനവ്വിറ, അല്ലെങ്കിൽ അശംസു ഫൗക്കക്ക് അസ്ജദിക്ക് തളറമു, അങ്ങനെയൊക്കെ ഉപയോഗിക്കാം കേട്ടോ. വെട്ടിത്തിളങ്ങുന്ന, നല്ലോണം തിളങ്ങുന്ന ഗോൾഡ് പോലെയുള്ള സൂര്യനും
നിങ്ങളുടെ സമ്പാദ്യമാണ് എന്ന് അദ്ദേഹം പറയുന്നു. അന്നൂറു വെളിച്ചം യബ്നി വയുഹദിമു ഫി സുഫൂഹി വസ്സറ, അത് ഉയരങ്ങളും കീഴടക്കുന്നുണ്ട്, അതേപോലെ തന്നെ ചെരുവുകളും താണ്ടി അതിനെയൊക്കെ തകർത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ലൈറ്റ് അങ്ങോട്ടൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അതായത് ഗുഹകളിലേക്കും കൊണ്ടുപോകുന്നുണ്ട്, അടിത്തട്ടുകളിലേക്കും കൊണ്ടുപോകുന്നുണ്ട്. എല്ലാവരുടെയും എത്താൻ കഴിവുള്ളൊരു വസ്തുവാണ് ലൈറ്റ്, നൂറ്. ജീവിതത്തിൽ ലൈറ്റ് വേണം, ഒക്കെ ശുഭാപ്തി വിശ്വാസം വേണം എന്നതൊക്കെയാണ് അതിലൂടെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത്. ഹദീസ് തൂറു, ഈ വരികൾ തുബയ്യിനുലന വിവരിക്കുന്നു, അസൂറത്തൻ ഒരു ചിത്രം, കൈഫ എങ്ങനെ, അന്ന ത്വരീകത നിശ്ചയം, നമ്മുടെ വഴി ത്വരീകതന നമ്മുടെ വഴികൾ എന്നും പറയാം. തുഖദ്ദിമുലന നമ്മളെ കൊണ്ടുപോകുന്നു, മുന്നടിപ്പിക്കുന്നു, ദുറൂസൻ അത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരുപാട് പാഠങ്ങൾ, ഫിത്തജദ്ദുദി പുതുക്കാൻ വേണ്ടിയിട്ട്, തഅയ്യുറൽ മുസ്തമിർ കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും നമ്മളെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനുണ്ട്, ഒരുപാട് പുതുമകൾ കൊണ്ടുവരാനുണ്ട് എന്ന പാഠം നമ്മുടെ ജീവിതം എന്ന വഴി നമ്മളെ പഠിപ്പിക്കുന്നു. തസാഅലു അശാഇറുലന, എന്നിട്ട് ഷായർ നമ്മളോട് ചോദിക്കുകയാണ്, ഫി ഹദിൽ മൻലൂമ, ഈ ഒരു കവിതയിൽ, മിമ്മാ തഷ്കി എന്തിനാണ് ഞങ്ങൾ ആവലാതിപ്പെടുന്നത്, ഓ മിമ്മാ തഅലും എന്തിനാണ് ഞങ്ങൾ വേദനിക്കുന്നത്, ഫി വജ്ഹി ദുനിയ ഈ ഒരു ഭൂമിയുടെ പൂമുഖത്ത് അല്ലെങ്കിൽ ഈ ദുനിയാവിൻ്റെ പൂമുഖത്ത്, അല്ലത്തി തുബത്തസിമു ലന നിങ്ങളോട് പുഞ്ചിരിക്കുന്ന ഈ ഒരു ദുനിയാവിൻ്റെ പൂമുഖത്ത് നിങ്ങൾ സങ്കടപ്പെടേണ്ടതുണ്ടോ. വഫി ഹദിൽ മൻലൂമത്തി ഈ ഒരു കവിതയിൽ യകൂനു അശാഇറു ഷാഇർ ആകുന്നു ദാഇമൻ ദാഇമൻ എന്ന് പറയാം. ദാഇമൻ എന്ന് പറഞ്ഞാൽ ദാഇമനാണ് കേട്ടോ, ഇത് നിത്യം എന്നുള്ള ദായിമായിപ്പോയി. ദാഇയൻ ദാഇമൻ, ഓക്കെ, ദാഇയ ഓക്കെ. യകൂനു അശാഇറു ദാഇമൻ, ഓക്കെ, നിത്യം നമ്മളെ ക്ഷണിക്കുകയാണ്. യദഉ അല്ലെങ്കിൽ അവൻ ക്ഷണിക്കുന്നു എന്ന് പറയാം. ഇല്ല ഇബ്തിസാമത്തി പുഞ്ചിരിക്കാൻ, മുവാജഹതി ലഹയാത്ത് ബിത്തഫാഉൽ ശുഭാപ്തി വിശ്വാസം കൊണ്ട് ജീവിതത്തെ നേരിടാൻ. ഓക്കെ. ഷദ്ദിദു വീണ്ടും അദ്ദേഹം ഊന്നുകയാണ്, അല അന്നനതുമ നിശ്ചയം നിരാശ, അലൽ മാലി കഴിഞ്ഞു പോയതിലുള്ള നിരാശ, അവിൽ ഖൗഫ് നമുക്ക് പേടി, ഭയം, അനിൽ മുസ്തഖ്ബിൽ നമ്മുടെ ഭാവിയെക്കുറിച്ച് ഓർത്തിട്ടുള്ള ഭയം, ലാ യുഅയ്യിറു ഹയാതക നമ്മുടെ ജീവിതത്തിൽ യാതൊരു മാറ്റവും കൊണ്ടുവരാൻ വേണ്ടി പോകുന്നില്ല, അതൊന്നും ചിന്തിച്ച് കൂട്ടിയിട്ട് ഒരു കാര്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. വയജിബു അലൈന നമ്മുടെ മേൽ നിർബന്ധമാണ്, ഇസ്തിംതാ ആസ്വദിക്കുക ബിൽ ഹാദിർ പ്രസൻറ്റ് ആസ്വദിക്കുക, ഇപ്പോൾ ഉള്ളത് ആസ്വദിക്കുക എന്നുള്ളത്. ഒമാ യുഖദ്ദിമുഹു മിൻ ജമാൽ അത് മുന്നോട്ട് വെക്കുന്ന അതിൻ്റെ ഭംഗി അത് നമ്മൾ ആസ്വദിക്കാൻ ചെയ്യണം എന്നാണ് അദ്ദേഹം പറയുന്നത്. എൻ സഹലന നമ്മളെ അദ്ദേഹം ഉപദേശിക്കുന്നു, ബിലിസ്തിംത ആസ്വദിക്കാൻ, അൽ ജമാലി ബിൽ അൽഹുലന നമുക്ക് ചുറ്റുമുള്ള ഭൂമിയുടെ ഭംഗിയെ ആസ്വദിക്കാൻ അദ്ദേഹം നമ്മെ ഉപദേശിക്കുന്നു. വലിയ ഐഷ് എന്നിട്ട് നമ്മോട് ജീവിക്കാൻ, ഐഷത്തിൻ്റെ ഒരു ജീവിതം ബിഫറഹിം ബത്തഫാവുൽ ശുഭാപ്തി വിശ്വാസത്തോടുകൂടെയും സന്തോഷത്തോടുകൂടെയുമുള്ളൊരു ജീവിതം ജീവിക്കാനും അദ്ദേഹം ഇവിടെ നമ്മോട് ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ കുറച്ചുകൂടി ഈസി ആയിട്ട് കുറച്ചുകൂടി ഇലോങ്ങേറ്റ് ആൻഡ് ഇലാബറേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി കംതെസ്റ്റക്കിയിൽ 2022 ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് എക്സാമിന് ഇത് വരികയും നമ്മൾ പ്രവചിക്കുകയൊക്കെ ചെയ്തതാണ്. സോ അതേപോലെ ഒരു പ്രവചനമാണ് ഇവിടെ നടത്തുന്നത്. കംതെസ്റ്റക്കി എന്ന് പറയുന്ന പോയം ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറും കാണാൻ വേണ്ടി കഴിയില്ല. കണ്ടിന്യൂസ് ആയിട്ട് 3 വർഷം ചോദിക്കുന്നുണ്ട്. എന്നാലും നമുക്ക് അത് ഒരിക്കലും അവോയ്ഡ് ചെയ്യാനോ തള്ളി പറയാനോ കഴിയില്ല. ഈ പ്രാവശ്യം വരില്ല, കണ്ടിന്യൂസ് ആയിട്ട് 3 വർഷം ചോദിച്ചു, ഈ പ്രാവശ്യം വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മുമ്പിൽ വെക്കാനുമില്ല. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇന്നും കംതെസ്റ്റക്കി എന്ന പോയത്തിൻ്റെ തന്നെയാണ്. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും പഠിച്ചു വെക്കാം. മറ്റേ വീഡിയോ നിങ്ങൾ കാണാം. അതിൽ രണ്ടും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 8 മാർക്ക് മിസ്സാവാതെ നിങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു. 3 ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് 8 മാർക്കിന് ഉണ്ടാവുക. അതിൽ 2 എണ്ണമാണ് എഴുതാൻ വേണ്ടിയിട്ടുണ്ടാവുക. അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്, അല്ലെങ്കിൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു വീഡിയോ നമ്മളെന്തായാലും തയ്യാറാക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പഠിക്കാമല്ലോ, എൻ്റെ വീഡിയോസ് എത്തിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് പഠിക്കാമല്ലോ. അപ്പോൾ അത് ഞാൻ തയ്യാറാക്കി തരാം. പിന്നെ നമുക്കാവുന്നത് പോലെ നമ്മളുടെ പ്രഡിക്ഷനുമായിട്ട് മുന്നോട്ട് പോകും. അതേപോലെ തന്നെ ഒരു ക്യൂക്ക് റിവിഷനും നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്കിലുള്ള മുഴുവൻ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു ക്യൂക്ക് റിവിഷൻ വീഡിയോ ഞങ്ങൾക്ക് ഉടനെ, ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ഞങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുകയും ചെയ്യും. താങ്ക് യു. അപ്പോൾ അതുവരേക്കും അസ്സലാം. ഞങ്ങൾക്ക് എല്ലാ വിജയാശംസകളും നേരുന്നു. താങ്ക് യു.